ഈ പേജിലെ കാര്യങ്ങൾ ജസ്റ്റ് പോയിൻ്റായിട്ട് മെൻഷൻ ചെയ്തു പോകാം. അർത്ഥങ്ങൾ ചെയ്തിട്ടുണ്ട്, വായിക്കേണ്ടവർക്ക് വായിക്കാം. ആദ്യം ഇക്ബാൽ നിസ്കാരത്തിന് ശേഷം ഖുർആൻ ഓതുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമാസ് കെ ബാദ് ഗർ ആത്തെ തിലാവത്ത് മേ മഷ്ഗൂൽ ഹോ ജാത്തെ ഥി, വ്യാപൃതനാകുമായിരുന്നു, ഖുർആനിൽ വ്യാപൃതനാകുമായിരുന്നു. പിന്നെ ഒരു തവണ പള്ളിയിൽ വരുന്ന സമയത്ത് ഷീഖ് സാഹിബ് മസ്ജിദിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മോൻ്റെ സൗണ്ട് കേട്ട് സന്തോഷിക്കുമായിരുന്നു. അതിനൊരു നസീഹത്ത് കൊടുത്തിട്ടുണ്ട്. നസീഹത്ത് की बेटा कलाम पाक समझकर बड़ा करो कि अल्लाह ताला तुमसे ही मुखातिब है और ये तुम पर ही नाजिल हो. അപ്പോൾ ഖുർആൻ മകൻ്റെ മേലിലാണ്, നിൻ്റെ മേലിലാണ് ഇറങ്ങിയിരിക്കുന്നതെന്നും അള്ളാഹു മുഖാത്തബാണ്, അതായത് അള്ളാഹുമായിട്ടുള്ള സംഭാഷണമാണ് എന്നുള്ള രീതിക്ക് ഖുർആൻ ഓതണമെന്നും പറഞ്ഞു കൊടുത്തു. പിന്നീട് ഖുർആൻ ആശയങ്ങളും അർത്ഥങ്ങളും മനസ്സിലാക്കി, സിമ്പിൾസും കോഡ്സും എല്ലാം മനസ്സിലാക്കി അവിടെ ഉണ്ട് റമോസ് വനിക്കാത്ത് മനസ്സിലാക്കിയിട്ട് ഇക്ബാൽ ഓതിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം തന്നെ ഖുർആനിൻ്റെ അധ്യാപനങ്ങളുടെ വിശദീകരണങ്ങളായിരുന്നു എന്ന് പറയുന്നു. കി താലീം ഇൻകാ രഗ്വരേഷ് മേം സിറായത് ഗൈ. അപ്പം ഖുർആൻ്റെ താലീം അദ്ദേഹത്തിൻ്റെ സിറകളിൽ പരന്നിരുന്നു. അവസാനം അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം തന്നെ ഷായിരി സർതാസർ കലാം അല്ലാ തആല കെ തഫ്സീർ ബൻ ഗൈ, അള്ളാഹുവിൻ്റെ തഫ്സീർ ആയി. മസ്നവി അസർ ഖൂദി പാൻഹോട്ട് ने दावा किया कि मेरे शायर का कोई हर्फ ഖുർആൻ ഹക്കീം से बाहर नहीं. അപ്പോൾ മസ്നവി അസ്റാർ ഖൂദി, അദ്ദേഹത്തിൻ്റെ ഖൂദി എന്ന ഗ്രന്ഥത്തിൽ പാൻനോട്ട് എന്ന വ്യക്തി, കവിയോ മറ്റോ ആയിരിക്കാം, അദ്ദേഹത്തിൻ്റെ ഒരു ഹർഫ് പോലും, ഒരു ഷായറിലെ ഒരു കാര്യം പോലും ഖുർആൻ്റെ അധ്യാപകനിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്ന് മെൻഷൻ ചെയ്തിരുന്നു. പിന്നീട് ഇക്ബാൽ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര ഡെഡിക്കേഷനോടുകൂടിയും ഡിവോഷനോടുകൂടിയും സമർപ്പിത മനോഭാവത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഷായരി മാഹിരിയത്ത്, ഷായരി കഴിവ് അദ്ദേഹം നേടിയെടുത്തതെന്ന് പറയുന്നു. ഇക്ബാൽ മരിക്കുന്നതിന് 8 വർഷം മുമ്പ് ഓഗസ്റ്റ് 1930 18 ഓഗസ്റ്റ് 1930 അദ്ദേഹം ഷെയ്ഖ് സാഹിബ് മരിച്ചിട്ടുള്ളത്. ഓക്കെ, അദ്ദേഹം മരിക്കുമ്പോൾ വളരെ സന്തോഷവാനായിട്ടാണ് മരിക്കുന്നത്. തൻ്റെ മകൻ ലക്ഷങ്ങളുടെ മുൻപിൽ അഞ്ജുമൻ ഹിമായത്ത് ഇസ്ലാം കെ ജൽസേമേ, ഈ ഒരു ഒരുമിച്ച് കൂടലിൽ അഞ്ജുമൻ ഹിമായത്ത് ഇസ്ലാമിൻ്റെ ഈ ഒരു പേരിലുള്ള ഒരുമിച്ച് കൂടലിൻ്റെ ഇതിൽ അദ്ദേഹം തൻ്റെ മകൻ ആയിരങ്ങൾക്ക് മുമ്പിൽ കവിത ആക്കുന്നതും കവിത ആലപിക്കുന്നതും അതുപോലെ തന്നെ ആയിരങ്ങൾ കണ്ണീരൊഴിക്കുന്നതും അദ്ദേഹം കണ്ടിട്ടാണ് വഫാത്തായെന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാന വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാവായിട്ടുള്ള ഇമാം ബീബി. ബഹുമാനത്തോടെ ആളുകൾ ബീജി എന്നാണ് വിളിച്ചിരുന്നത്. അവർ ഭയങ്കര വിദ്യാഭ്യാസമുള്ള ആളുകളായിരുന്നില്ല, പക്ഷേ അങ്ങനെ മകനെ വളർത്തണമെന്ന് വ്യക്തമായ കാഴ്ചപ്പാട് അവർക്കുണ്ടായിരുന്നു. ഇക്ബാലിൻ്റെ ഇക്ബാലിനെ വളർത്തിക്കൊണ്ടുവന്നതിൽ വലിയ സ്ഥാനം അവർ വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായിട്ട് വലിത മർഹൂമെ കെ യാദ് മേം എന്ന കവിതകളൊക്കെ അല്ലെങ്കിൽ ഒരു സമാഹാരം അദ്ദേഹം രചിച്ചിട്ടുണ്ട്.